യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. സമാധാനം ഉണ്ടാകണമെങ്കിൽ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കണമെന്ന നിലപാടിൽ ഉറച്ചുനിന്ന റഷ്യ യുക്രൈനിൽ വൻ ഡ്രോൺ ആക്രമണം നടത്തി. ഒരൊറ്റ രാത്രിയിൽ 574 ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ വ്യോമസേന വ്യാഴാഴ്ച അറിയിച്ചു. ഈ വർഷത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ആക്രമണമാണിത്. ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ച നടത്തിയ ശേഷവും റഷ്യ ആക്രമണം ശക്തമായത് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 3.5 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് റഷ്യ യുക്രൈനിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം കടുപ്പിച്ചത്. ഈ മേഖലയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിന് നൽകിയ ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്നത്. റഷ്യൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത് തങ്ങൾ യുക്രൈനിന്റെ ആയുധ സംഭരണികൾ, ഡ്രോൺ ഫാക്ടറികൾ തുടങ്ങിയവ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നുമാണ്. എന്നാൽ യുക്രൈൻ ഈ വാദം തള്ളിക്കളഞ്ഞു. അലാസ്കയിൽ ട്രംപ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം റഷ്യയുടെ ആക്രമണം ശക്തമായതാണ് റിപ്പോർട്ടുകൾ. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി US പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷവും ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചു. ഈ കാലയളവിൽ ഏകദേശം 1000 ഡ്രോണുകളാണ് റഷ്യ ഉപയോഗിച്ചത്. പശ്ചിമ യുക്രൈനിലെ അമേരിക്കൻ ഇലക്ട്രോണിക് ഉൽപാദന കേന്ദ്രം ആക്രമണത്തിൽ തകർന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർത്ഥവത്തായ ഒരു സമാധാന ശ്രമങ്ങൾക്കും റഷ്യ തയ്യാറല്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹം റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങളും തീരുവകളും ഏർപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യയുടെ ഈ നിലപാട് സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കുന്നു. റഷ്യൻ ആക്രമണം തുടരുന്നത് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അടുത്ത വർഷം നടക്കാനിരുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കഴിയണം. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിന് കീഴടങ്ങി എന്നൊരു പ്രതീതി ഉണ്ടായാൽ അത് ട്രംപിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ ദോഷം ചെയ്യും. മധ്യപൂർവ്വ ഏഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കും തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ട്രംപിന്റെ നയതന്ത്രപരമായ നീക്കങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ട്രംപിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഈ നീക്കങ്ങൾ ഒരു ആയുധമായി മാറിയിട്ടുണ്ട്. റഷ്യൻ നയതന്ത്രത്തിൽ ട്രംപ് പരാജയപ്പെടുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. സമാധാന ശ്രമങ്ങൾക്കിടയിൽ പുടിനും റഷ്യയും മേൽക്കൈ നേടുമെന്ന ഭീഷണിയിലും പല കോണുകളിൽ നിന്നും ഉയരുന്നു. ഒരു വിൻ ഫോർ പുടിൻ എന്ന ആരോപണം ഒഴിവാക്കാൻ ട്രംപ് കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന് മാധ്യമങ്ങളും വിമർശകരും ആവശ്യപ്പെടുന്നു. ട്രംപിന് നിലവിൽ സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്നും പ്രതിപക്ഷം ഉയർത്തുന്ന വെല്ലുവിളികളെ ആദ്യം അതിജീവിക്കേണ്ടതുണ്ട്. അതിനുശേഷമേ യഥാർത്ഥ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കാൻ സാധിക്കൂ. എന്നാൽ ട്രംപ് ഡീൽ മേക്കിംഗ് ചർച്ചകളിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഈ പ്രതിസന്ധിയിലെ ട്രംപ് എങ്ങനെ മറികടക്കുമെന്ന് കണ്ടറിയണം. യുക്രൈനും റഷ്യയും തമ്മിൽ ചേരാത്ത ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളെയും ഒരു സന്ധിയിലേക്ക് നയിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെ റഷ്യ അവഗണിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉയരുന്നുണ്ട്. പുടിൻ കൂടുതൽ ആക്രമണോത്സുകമായ നിലപാട് സ്വീകരിക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ ലക്ഷ്യമിട്ടാണോ എന്നും സംശയിക്കുന്നുണ്ട്. ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുമെന്നും അതുവഴി US ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാമെന്നും പുടിൻ കണക്കുകൂട്ടുന്നു. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ നീക്കം കൂടുതൽ ശ്രദ്ധേയമാണ്. റഷ്യയുടെ ആക്രമണങ്ങൾക്ക് പിന്നിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. യുക്രൈനിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ആക്രമണം ശക്തമാകുന്നതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താനും അതുവഴി യുക്രൈനിന്റെ പ്രതിരോധ ശേഷി ദുർബലമാക്കാനും റഷ്യ ശ്രമിക്കുന്നു. ഇത് റഷ്യക്ക് യുദ്ധത്തിൽ മേൽക്കൈ നേടാൻ സഹായിക്കും. റഷ്യയുടെ ആക്രമണങ്ങൾ ശക്തമായപ്പോഴും യുക്രൈൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ യുക്രൈന് ഒരു പരിധിവരെ സഹായകമാകുന്നുണ്ട്. എന്നാൽ ഈ ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്ന ചോദ്യവും ഉയരുന്നു. യുക്രൈന് കൂടുതൽ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് പ്രസിഡന്റ് സെലൻസ്കി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയുടെ നിരന്തരമായ ആക്രമണങ്ങൾ യുക്രൈനിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു. ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം റഷ്യയോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. യുക്രൈനിന് കൂടുതൽ സഹായം നൽകണോ അതോ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണോ എന്ന കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾക്ക് യൂറോപ്പിന്റെ ഊർജ്ജ വിതരണത്തെ ബാധിക്കുമെന്നതിനാൽ പല രാജ്യങ്ങളും ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്.